വൈക്കത്തൊന്ന് പോയി നോക്കണം, ഞാൻ വെറുതെ പറഞ്ഞല്ല. വൈക്കത്ത് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കുള്ള സ്മാരകമുണ്ട്, മനോഹരമായ രാജകീയമായി കിടപ്പുണ്ട്. അവിടെ ഭയങ്കര ആളുകൾ വരുന്നു, സന്ദർശകർ വരുന്നു, തൊഴുന്നു പോകുന്നു, അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നു, എല്ലാം. ഇപ്പുറത്ത് മന്നത്തിൻ്റെ സ്മാരകമുണ്ട്, പൂട്ടിയിട്ടേക്കുക, 3 പൂട്ടിട്ട് പൂട്ടിയേക്കുക, ഒരു വാച്ചർ പോലും ഇല്ല, അറിയാം, ഒരു വാച്ചർ പോലും ഇല്ല. അതിൻ്റെ താക്കോലും ചങ്ങനാശ്ശേരി ഇരിക്കുക, വരണം തുറന്നു കൊടുക്കാൻ. ആർക്ക്? പ്രധാനമന്ത്രി എന്നാൽ തുറന്നു കൊടുക്കൂല, പ്രസിഡന്റ് ഒന്നാ പറഞ്ഞു കൊടുക്കൂല. ഞാൻ ചില ശിവഗിരിയിൽ പ്രസിഡന്റ് വരുന്നില്ലേ, ശിവഗിരിയിൽ പിന്നെ പ്രധാനമന്ത്രി വന്നില്ലേ, അവിടെയൊക്കെ ഈ പട്ടി കയറും എന്ന് പറയുന്നത് അവിടെ അങ്ങ് പട്ടി കയറിയില്ലേ, അവിടെ അങ്ങ് കയറിയില്ലല്ലോ. നമസ്കാരം. ചില മാടമ്പികൾ അങ്ങനെയാണ്, പ്രത്യേകിച്ചും പ്രായമായി കഴിഞ്ഞാൽ മൂരാച്ചി സ്വഭാവം അവരിൽ നിന്നും ഒഴിഞ്ഞു പോകില്ല. ഇതെൻ്റെ വാക്കുകളല്ല, മുൻ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ വാക്കുകളാണ്. NSSുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സുകുമാരൻ നായർക്കെതിരെ, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇത്തരം ചില പരാമർശങ്ങൾ നടത്തിയത്. ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. NSSൻ്റെ പരമാചാര്യനായി ഇപ്പോൾ അറിയപ്പെടുന്ന ആൾ NSSൻ്റെ എല്ലാവിധ മൂല്യങ്ങളും കാറ്റിൽ പറത്തുന്ന രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മാടമ്പി തരം തന്നെയാണ് വച്ചു പുലർത്തുന്നത്. NSS ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ കയറിയിരുന്നു കൊണ്ട് ഒരു മാടമ്പിയാണ് തൻ്റെ ഭരണം നടപ്പാക്കുന്നത് എന്ന തരത്തിലാണ് കേരളത്തിലെ ഓരോരോ ജനങ്ങൾക്കും ഇക്കാര്യത്തിലുള്ള അറിവ് അല്ലെങ്കിൽ അനുഭവം എന്നാണ് KB ഗണേഷ് കുമാർ തുറന്നടിച്ചത്. ഇതൊരു കാരണവശാലും പൊറുക്കത്തക്കതല്ല. NSSൻ്റെ പരമാചാര്യനായ മന്നത്ത് പത്മനാഭൻ്റെ, മന്നത്താചാര്യൻ്റെ മണ്ഡപത്തിലേക്ക് വരെ കടന്നു ചെല്ലാനോ അതിലൊരു പുഷ്പാർച്ചന നടത്തുവാനോ കേരളത്തിലെ ഒരു പൗരന് പോലും അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. അഥവാ അത്തരം ഒരു അനുവാദം കിട്ടണമെന്നുണ്ടെങ്കിൽ സുകുമാരൻ നായരുടെ കനിവിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതായി വരും. സുകുമാരൻ നായർക്ക് താല്പര്യമില്ലാത്ത ഒരാളെയും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല. 3 താഴിട്ടാണ്, മണിച്ചിത്ര താഴിട്ട് ചില ബാധകളെ പൂട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ് മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നാണ് KB ഗണേഷ് കുമാർ തുറന്നടിച്ചത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല. ഒരു തികഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന അവർണർക്കും ക്ഷേത്രപ്രവേശനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിൽ സ്തുത്യർഹമായ പങ്കുവഹിച്ച മന്നത്താചാര്യനെ പോലുള്ള ആളുകളുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് സാധാരണക്കാരന് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ അത് പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നതിന് മുമ്പ് അവർണർക്കുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക് മന്നത്താചാര്യൻ്റെ മണ്ഡപത്തിലേക്ക്, സ്മൃതി മണ്ഡപത്തിലേക്ക് കടന്നു ചെല്ലാനും പുഷ്പാർച്ചന ചെയ്യുവാനുമുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നതിലൂടെ ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്ന അവസ്ഥ എന്നാണ് KB ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല. ഇന്ന് NSS എന്ന പ്രസ്ഥാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണെങ്കിൽ അത് ഞാനാണ് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്ന തരത്തിലാണ് G സുകുമാരൻ നായരുടെ പ്രവൃത്തിയും ഭാഷണങ്ങളും എന്നാണ് KB ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നത്. NSSനെ ഇത്ര കണ്ട് അധപ്പതനത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നയിച്ച മറ്റൊരു ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടില്ല എന്നുകൂടി KB ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നു. നാട് നീളെ NSSൻ്റെ പേരിൽ തുടങ്ങിയ പത്മ കഫേയാണ് NSSൻ്റെ പുരോഗമനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളായി G സുകുമാരൻ നായർക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് എന്നാണ് KB ഗണേഷ് കുമാർ പറയുന്നത്. എത്രയെത്രയോ വലിയ വലിയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എത്രയെത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ സ്ഥലമെടുത്തിട്ട് അത് കേസ് നടക്കുന്നു, അതിൻ്റെ പേരിൽ കോടികൾ NSSന് നഷ്ടമാകുന്നു, പ്രൊജക്റ്റുകൾ നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതിലൂടെയെല്ലാം വൻ അഴിമതികളാണ് G സുകുമാരൻ നായരുടെ ഇത്തരം പ്രവർത്തനത്തിലൂടെ വന്നുപെട്ടിരിക്കുന്നത് എന്നാണ് KB ഗണേഷ് കുമാർ പറയുന്നത്. അതായത് മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് പോലും സാധാരണക്കാർക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്ന ഉപരാഷ്ട്രപതിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പോലുള്ള ആളുകൾക്ക് പോലും മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് കടന്നു ചെല്ലുവാനും പുഷ്പാർച്ചന ചെയ്യുവാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അതിന് G സുകുമാരൻ നായർ പറഞ്ഞ ന്യായീകരണമാകട്ടെ, വലിയ വലിയ ആളുകൾ ഈ മന്നത്ത് ആചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് പുഷ്പാർച്ചന, അതായത് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയോ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയോ ഒക്കെ മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപം സന്ദർശിക്കുമ്പോൾ അവിടെ സുരക്ഷയുടെ ഭാഗമായി പട്ടി കയറി, അതായത് പോലീസ് നായ കയറി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപം ഞങ്ങൾ ക്ഷേത്രം പോലെ വിശ്വസിച്ച് പരിപാവനമായി കണക്കാക്കുന്ന ആ സ്മൃതി മണ്ഡപത്തിലേക്ക് പട്ടി കയറാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് സുകുമാരൻ നായർ അതിന് ന്യായീകരണമായി പറഞ്ഞത്. ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധി സന്ദർശിക്കുന്നതിനുള്ള അനുമതി
നിഷേധിച്ചതിൻ്റെ ഉദാഹരണമായി ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാണിച്ച കാരണവും ഇതുതന്നെയാണ്. എന്നാൽ എല്ലാ കാലത്തെയും കേരളത്തിൻ്റെ വിപ്ലവ നായകനെന്ന് അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ സമാധാന വിപ്ലവത്തിൻ്റെ വക്താവ് എന്നറിയപ്പെട്ടിരുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ഒരു അദ്വൈത സിദ്ധാന്തം, മഹിതമായ അദ്വൈത ഉപദേശം ലോകത്തിന് നൽകിയ അദ്വൈത മതം പുനഃസ്ഥാപിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്മൃതി മണ്ഡപം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമെല്ലാം സന്ദർശിച്ചപ്പോൾ ആ സ്മൃതി മണ്ഡപത്തിലേക്ക് ഒരിക്കലും സുരക്ഷയുടെ ഭാഗമായി നായയോ അല്ലെങ്കിൽ മറ്റുള്ള ജന്തുക്കളോ കയറി നിറങ്ങിയില്ലല്ലോ. അവിടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും എല്ലാം വന്ന് പുഷ്പാർച്ചന ചെയ്ത് മടങ്ങിയല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് അതിന് അനുമതി നിഷേധിക്കുന്നത് എന്നുള്ളതാണ് കെ.ബി. ഗണേഷ് കുമാർ ചോദിച്ചത്. അപ്പോൾ NSS ആചാര്യൻ്റെ മണ്ഡപത്തിലേക്ക് ആരൊക്കെ വരണ്ട എന്ന് സുകുമാരൻ നായർക്ക് താല്പര്യമില്ലാത്ത ആളുകൾ വരണ്ട, സുകുമാരൻ നായർക്ക് താല്പര്യമുള്ള ആളുകൾ മാത്രം വന്നാൽ മതി എന്ന രീതിയിലുള്ള മാടമ്പിത്തരം ഇനിയും വെച്ച് വെറുപ്പിക്കാൻ സാധിക്കില്ല. മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് പുഷ്പാർച്ചന നടത്താനും അദ്ദേഹത്തിന് സ്മരണാഞ്ജലിയേകാനും വേണ്ടി ജനങ്ങളെ സമ്മതിച്ചില്ലെങ്കിൽ ഒരു സമരമുറയിലൂടെ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം എന്നുകൂടി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. എന്തായാലും കെ.ബി. ഗണേഷ് കുമാർ ജി സുകുമാരൻ നായർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ച പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മന്നത്താചാര്യൻ്റെ സ്മൃതി മണ്ഡപം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തില്ല എങ്കിൽ ഒരു സമരമുറയാണ്. അതിലേ പോകുന്നവരെല്ലാം ഒരു ശകലം പൂവ് വാങ്ങിച്ച് പോവുക. ഇതുപോലെ ആ പുറത്തെ മതിലിൽ നിന്ന് അകത്തോട്ട് നിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള ആദരവ് അതുപോലെ നിർത്തില്ല, ആദരവ് നിർവഹിക്കണം. അതൊരു സമരമുറയാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ പദയാത്ര നടത്തിയ മന്നത്താചാര്യൻ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടിയിട്ടാണ്. ക്ഷേത്രപ്രവേശനത്തിൽ ഇത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി പദയാത്ര നടത്തിയ മഹാനായ നേതാവാണ് മന്നത്താചാര്യൻ. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ കയറാൻ അവസരം കൊടുക്കണമെന്ന് അവകാശപ്പെട്ടാണ്. യഥാർത്ഥ വിപ്ലവകാരിയാണ്. ഇപ്പൊ വൈക്കത്തൊന്ന് പോയി നോക്കും. ഇപ്പൊ വൈക്കത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വൈക്കത്തൊന്ന് പോയി നോക്കണം, ഞാൻ വെറുതെ പറഞ്ഞല്ല. വൈക്കത്ത് പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കുള്ള സ്മാരകമുണ്ട്. മനോഹരമായ രാജകീയമായ കിടപ്പുണ്ട്. അവിടെ ഭയങ്കര ആളുകൾ വരുന്നു, സന്ദർശകർ വരുന്നു, തൊഴുന്നു, പോകുന്നു, അദ്ദേഹത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്നു. എല്ലാം ഇപ്പുറത്ത് മന്നത്തിന്റെ സ്മാരകമുണ്ട്. പൂട്ടിയിട്ടേക്കുക, 3 പൂട്ടിട്ട് പൂട്ടിയേക്കുക. ഒരു വാച്ചർ പോലും ഇല്ല, അറിയാം, ഒരു വാച്ചർ പോലും ഇല്ല. ഞാൻ തടവിലാന്ന് പറഞ്ഞ് വെറുതെ ആന്ന് തമാശയ്ക്ക് പറഞ്ഞാന്ന് വിചാരിക്കരുത്. വൈക്കത്ത് പോയി നോക്കണം. കഴിഞ്ഞ ദിവസം ഒരു കരയോഗത്തിൽ നിന്ന് കുറെ ആളുകൾ അവിടെ വൈക്കത്ത് പോയി ഒരു ടൂറ് പോയതാ. നോക്കിയപ്പോൾ ഇപ്പുറത്ത് പെരിയാറുടെ സ്മാരകം, പെരിയാറുടെ സ്മാരകം ദേവാലയം പോലെ സൂക്ഷിക്കുന്നു. അവിടെ എല്ലാവരും കയറുന്നു, പോകുന്നു, കാണുന്നു, അദ്ദേഹത്തിനെ വന്ദിക്കുന്നു, പോകുന്നു. പുറത്ത് മന്നത്ത് പത്മനാഭന്റെ സ്മാരകം കൊണ്ട് അവിടെ പൂട്ടിയിട്ടേക്കുക. 3 പൂട്ടിട്ട് വാച്ചർ പോലും ഇല്ല. അതിന്റെ താക്കോലും ചങ്ങനാശ്ശേരി ഇരിക്കുക. വരണം, തുറന്നു കൊടുക്കാൻ. ആർക്ക്? പ്രധാനമന്ത്രി എന്നാ തുറന്നു കൊടുക്കൂല, പ്രസിഡന്റ് ഒന്നാ പറഞ്ഞു കൊടുക്കൂല. ഞാൻ ചില ശിവഗിരിയിൽ പ്രസിഡന്റ് വരുന്നില്ലേ, ശിവഗിരിയിൽ പിന്നെ പ്രധാനമന്ത്രി വന്നില്ലേ, അവിടെയൊക്കെ ഈ പട്ടി കയറും എന്ന് പറയുന്നത് അവിടെ അങ്ങ് പട്ടി കയറിയില്ല, അവിടെ അങ്ങ് കയറിയില്ലല്ലോ. ശിവഗിരി ആശ്രമത്തിലെ പുണ്യഭൂമിയിൽ ഗുരുദേവന്റെ സ്മാരകത്തിൽ സമാധി മന്ദിരത്തിൽ ഒരു നായും കയറിയില്ല. പ്രസിഡന്റ് വന്നു, പ്രധാനമന്ത്രി വന്നു. ഇടുങ്ങിയ ചിന്താഗതിയാണ് കുഴപ്പം. നമ്മുടെ ആചാര്യനെ അനുസ്മരിക്കാൻ, നമ്മുടെ ആചാര്യനെ പ്രകീർത്തിക്കാൻ ആരെയാ കൊണ്ടുവരുന്നേ? 50% പോലും മാർഗില്ലാതെ ജോലി കയറാൻ മടിച്ച, സ്വന്തം മകളെ കള്ളമാർഗ് ഇട്ടുകൊടുത്ത് കയറ്റാൻ സഹായിച്ച ഒരാളെ റിട്ടയർഡ് വൈസ് ചാൻസലറാണ് പറഞ്ഞ് മന്ന സമാധി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക, മന്ന ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക. ഒന്ന് ആലോചിക്കണം, എത്രത്തോളം നമ്മൾ അധപ്പതിക്കുന്ന. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട, ആചാര്യനെ പറ്റി സംസാരിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളണ്ടേ? അവിടെയല്ലേ ഇതിന്റെ വലിപ്പം. ഇത്തരം ഒളിച്ചോട്ടങ്ങൾ എങ്ങോട്ടാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് മന്നത്ത് ആചാര്യനെ മോചിപ്പിക്കുക എന്നുള്ള സമരം. ഈ ഒരു പുസ്തകം വളരെ മനോഹരമാണ്. ഈ പുസ്തകത്തിൽ തുടർച്ചയായിട്ട് പുസ്തകങ്ങൾ വരും. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ അറിയുന്ന ഒരുപാട് ആളുകൾ അവരുടെ ഓർമ്മകളിൽ നിന്ന് ചകഞ്ഞെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രേഖകൾ ഉണ്ട് ഇതിന്റെ പുറകിൽ. ആ സത്യസന്ധമായ ഒരു പുസ്തകമാണ്. അല്ലാതെ ഒരു പുസ്തകം ഞാൻ വായിച്ചു വളരെ ലളിതമാണ്, വളരെ കുറച്ച് സംഭവങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ അതൊരു തെളിവുകളോടെ നിരത്തിയിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ജുഡീഷ്യറിയെ പോലും സംശയത്തിന് നിലനിർത്തുന്ന ഈ ഒരു പരിപാടി 87 തവണ 89 തവണ ഒരു കേസ് മാറ്റി വയ്ക്കുക ഒരു കോടതി ചെയ്യുമല്ലേ? വൈകി എത്തുന്ന നീതി ലഭിക്കാത്ത നീതിക്ക് തുല്യമാണ്. ശരിയോ തെറ്റോ എന്ന് കണ്ടെത്താൻ ഒരു നീതിപാലകന്, ഒരു നീതിപീഠത്തിന് കഴിയാത്തതല്ല. അവധി വെച്ച് പോയിട്ട് NSS ജയിച്ചിരിക്കുകയാണ് കേസിൽ. നമ്മൾ NSSന് ആരും എതിരല്ല, ആരും NSS വിട്ടു പോകരുത്. ഒരു കരയോഗാംഗവും NSSൽ നിന്ന് രാജിവെക്കരുത്, ഒരു കരയോഗാംഗവും NSS പുറത്തു പോകരുത്. ജനാധിപത്യ രീതിയിൽ പോരാടിക്കൊണ്ട് ഈ ക്രമക്കേടുകൾക്കെതിരെ ഈ ഇത്തിൽ കണ്ണി പറിച്ചു കളയാൻ ജനാധിപത്യത്തിന്റെ പേരിൽ പോരാടണം. കമ്പനി ആക്റ്റും
മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തർക്കങ്ങൾ കോടതിയിൽ നടക്കേണ്ടതാണ്. നടക്കട്ടെ, നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകണം. നിയമത്തിന് വേണ്ടി പോരാട്ടം ആരും കുറയ്ക്കാൻ പാടില്ല. ടി കെ നായർ സാറിനോട് പറയാം, സമരം ഇവിടെ നിങ്ങളെപ്പറ്റി ആരോപണം എന്താണ്? കലഞ്ഞൂറും മധുവും ടി കെ നായരും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് കുറെ ആളുകൾ NS എതിരെ കേസ് കൊടുക്കുന്നു. സുഹൃത്തുക്കളെ, NS എതിരെ ആദ്യം കേസ് കൊടുത്തത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ മകളാണ്, ഇവരെക്കാളൊക്കെ മുമ്പേ എന്ന് നിങ്ങൾ ഈ പുസ്തകം വായിക്കും മനസ്സിലാവും. തനിക്ക് യോഗ്യതയില്ലാതെ ജോലിയിൽ കയറി എന്ന പേരിൽ കോടതിയിൽ കേസ് കൊടുത്ത NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ആദ്യം കേസ് കൊടുത്തതിൽ സീനിയോറിറ്റി ടി കെ നായർക്കല്ല, പകരം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ മകൾക്കാണ്. അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുസ്തകം ഒന്ന് മറിച്ച് നോക്കൂ, നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. ഇതെല്ലാം മര്യാദയോടും കാണിച്ചിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പം ഇവിടെ ഒന്ന് വിള പ്രസ് ക്ലബ്ബിലോ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലോ ആരാ വളം ഉണ്ടാക്കാൻ പറ്റുന്നേ എന്ന് കാണണമല്ലോ. എനിക്ക് സോഹാക്ക് അറിയാവുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞത് പ്രസ് ക്ലബ്ബിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇതൊക്കെ മര്യാദകൾ. ഇത്തരം ഇത്തിൽ കണ്ണികൾ പറിച്ചെറിയണം. മന്നത്ത് ആചാര്യന്റെ നമുക്ക് ഒറ്റ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഒറ്റ ഡിമാൻഡേ വയ്ക്കാവൂ. എല്ലാ ലോകത്തുള്ള മുഴുവൻ നായർ വിഭാഗത്തിൽപ്പെട്ടവർ, അമേരിക്കയിൽ ഇരിക്കുന്ന നായരാണെങ്കിലും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിൽ മന്നത്ത് ആചാര്യന്റെ സമാധി സ്ഥലത്ത് വന്ന് പുഷ്പാർച്ചന നടത്തി പോകാൻ കഴിയണം എന്നുള്ളതാണ്. ആദരവാണ്. എത്രയോ ആളുകൾ, ഞാൻ ശിവഗിരിയിൽ ഗുരുവിൻ്റെ സമാധി മന്ദിരത്തിൽ എത്രയോ ആളുകൾ രാവിലെ വരുന്നു. അവർ വന്ന ഒരു ബന്ധമില്ലാത്ത പാവപ്പെട്ടവർ പോലും വന്ന് ഗുരുവിനെ ആരാധിച്ചിട്ട് പോകുന്നു. നല്ലതല്ലേ? ആദരിക്കുകയല്ലേ? അല്ല അവഹേളിക്കാൻ വരുന്നവരാണോ? അല്ല, ആരാധിക്കാൻ വരുന്നവരാണ്, ആദരിക്കാൻ വരുന്നവരാണ്, ഗുരുവിന്റെ അനുഗ്രഹത്തിന് വരുന്നവരാണ് എന്ന് പറഞ്ഞതുപോലെ ആരെയൊക്കെ മറച്ചു. മന്നത്ത് ആചാര്യൻ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ചട്ടമ്പി സ്വാമിയെ അദ്ദേഹത്തിന്റെ ഗുരുവായി സ്വീകരിച്ചു. നായർ സമുദായത്തിന്റെ ഗുരുവായി. ആ ചട്ടമ്പി സ്വാമി തിരുവടികളെ അവഗണിക്കുന്ന ഒരാളാണ് NS അതിന്റെ തലപ്പത്തിരിക്കുന്നത്. ആരാണ് ചട്ടമ്പി സ്വാമി? ചട്ടമ്പി സ്വാമി തിരുവനന്തപുരത്തുള്ള ഏതോ ചട്ടമ്പിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഊച്ചാളി പീസുകാർക്ക് അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. ഞാൻ എടുത്ത് മടി വെച്ചേക്കുന്നുണ്ട്. ഈയിടെ തിരുവനന്തപുരത്തെ യൂണിയൻ പ്രസിഡന്റായ സംഗീതകുമാറിനെതിരെ ചട്ടമ്പി സ്വാമിയുടെ ജന്മഗൃഹം ഏറ്റെടുക്കാൻ പോയതിന് 68 കേസിൽ പ്രതിയാക്കിയ ഒരു IPS കാരിയെ പിടിച്ച് മടി വെച്ച് പറയുക, എന്റെ TP ശ്രീനിവാസൻ അത്ര പോരാ, പകരം ഇവർ IAS അക്കാഡമി നടത്തും. IAS അക്കാഡമി ഇങ്ങോട്ട് പോയി നമ്മൾ മുന്നോട്ടല്ല പോകുന്നത്. ഒരു IAS അക്കാഡമി തുടങ്ങി, അത് അടച്ചുപൂട്ടി. കാരണം വീട്ടിലാരും IASന് ഫ്രീ ആയിട്ട് പഠിക്കാനില്ലാത്തത് കൊണ്ടാണ്. ചായക്കട തുടങ്ങാം, നമുക്ക് പത്മ കഫേ തുടങ്ങാം. മന്നത്ത് പപ്പനാവന് നാണക്കേടില്ലയോ? നായന്മാരെ ചായക്കട നടത്തിയിരുന്നെന്ന് 5 സ്റ്റാർ ഹോട്ടലിൽ നടന്നിടത്തോട്ട് കൈപിടിച്ച് ഉയർത്തിയ മന്നത്ത് പപ്പനാവന്റെ പേര് ചായക്കട തുടങ്ങാന്ന് പറഞ്ഞാൽ മന്നത്ത് പപ്പനാവന് നാണ